ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ പിന്നെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും ഈ വീഡിയോ യൂട്യൂബിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. എഫ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മളതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്കാണ് കടന്നു വരുന്നത്. എഫ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ആ വാക്യം ഞാൻ വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. എഫ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആരംഭം മുതൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ 11-ാം വാക്യം തൊട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ ഈ എഫ് ലേഖനം അതിനകത്ത് 3 ഗ്രൂപ്പുകളെയാണ് നമുക്കതിനകത്ത് കാണിക്കുന്നത്: ദൈവം, വിജാതീയർ, യഹൂദർ. ഈ 3 കൂട്ടർക്കും പരസ്പരം യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ കണ്ടു. ബന്ധമില്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ വിജാതീയരുടെയും യഹൂദന്മാരുടെയും ഇടയിലുണ്ടായിരുന്ന ആ വേർപാടിൻ്റെ നടുച്ചുവരും ശത്രുത്വവും ഒക്കെ ഇടിച്ചു കളഞ്ഞ് അതവിടെ നിന്ന് നീക്കി അവരെ ഇരുകൂട്ടരെയും ഒരു പക്ഷമാക്കി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാക്കി തീർത്തു. എന്നിട്ട് ഇവരെ ഇവൻ യഹൂദനുമല്ല വിജാതീയനുമല്ല, ഇവരെ ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ ഗ്രൂപ്പായിട്ട്, ഇവരെ രണ്ടുപേരെയും ഒരു പുതിയ ഗ്രൂപ്പായിട്ട് മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അത് കഴിഞ്ഞ് ആ ഗ്രൂപ്പിനെ താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പിതാവുമായിട്ട് നിരപ്പിച്ചു. അപ്പോൾ പിതാവുമായിട്ടും അവർക്കൊരു ബന്ധം കൊടുത്തു. അങ്ങനെ ഈ 3 തലത്തിലെയും നഷ്ടപ്പെട്ടിരുന്ന ആ ബന്ധങ്ങൾ യേശു തൻ്റെ ക്രൂശിലെ യാഗത്താൽ പുനഃസ്ഥാപിച്ചു എന്നും അതുകൊണ്ട് അവൻ നമ്മുടെ സമാധാനമാണെന്നും അവൻ വന്ന് സമാധാനം സുവിശേഷിച്ചു എന്നുമൊക്കെ 17-ാം വാക്യം വരെ നമ്മൾ പഠിച്ചു. അത്രയും പറഞ്ഞിട്ടാണ് 18-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത്: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. നോക്കിക്കേ, ഈ വാക്യത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അവൻ മുഖാന്തരം, അവിടെ ഒരാളെയാണ് കാണുന്നത്. അവൻ മുഖാന്തരം, അവൻ, ഒന്നിൽ കൂടല്ല, ഒരാൾ. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും, ഇവിടെ 2 ഗ്രൂപ്പിനെ കാണുന്നു, ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ, ഒരാത്മാവിനാൽ പിതാവിങ്കിലേക്ക്, ഒരേ വ്യക്തിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പം ഒരു വ്യക്തി മുഖാന്തരം ഒരേ ആത്മാവിനാൽ ഒരേ വ്യക്തിയിലേക്ക് ഈ 2 ഗ്രൂപ്പുകൾക്കും എന്ത് ചെയ്യുന്നു? പ്രവേശനം ലഭിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുപക്ഷക്കാർ എന്ന് പറയുന്നത് ഇനി ഞാനത് എടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ ആവർത്തിച്ച് വിശദീകരിച്ചതാണത്. യഹൂദന്മാരും വിജാതീയരും, അതാണ് ഇരുപക്ഷക്കാർ എന്ന് പറഞ്ഞത്. അവരെ ഒരു പുതിയ മനുഷ്യനാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതാണ് ഇവിടെ ഇരുപക്ഷക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഇരുപക്ഷക്കാർക്കും അവൻ മുഖാന്തരം, ആര് മുഖാന്തരം? യേശു മുഖാന്തരം. കാരണം അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു അവൻ ക്രൂശിൽ
ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് നേടിത്തന്ന ആ നിരപ്പും യൂണിറ്റിയും ഐക്യതയും അല്ലെങ്കിൽ ആ ബന്ധത്തെയും കുറിച്ചാണ് മുകളിലത്തെ വാക്യങ്ങളിൽ പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് അവൻ മുഖാന്തരം. ആര് മുഖാന്തരം? യേശു മുഖാന്തരം. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. സോ എന്താണ്? നമുക്ക് ഇരുപക്ഷക്കാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. എന്താ പ്രവേശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രവേശനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അവനുമായിട്ടൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവൻ്റെ അടുത്തേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ചെല്ലാം. അതവിടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രവേശനം, ആക്സസ് എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യാം? ചെല്ലാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഇരുപക്ഷക്കാർക്കും പിതാവിങ്കിലേക്ക് ഒരു പ്രവേശനം, ഒരു ആക്സസ്, ഒരു ബന്ധം ലഭിച്ചു. എങ്ങനെ? അവൻ മുഖാന്തരം. അപ്പം എന്താണ്? നമ്മൾ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കാമത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഒരു അവകാശവാദം നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. എന്താണ്? ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ഞാൻ വാതിലാകുന്നു. യേശു പറയുക, ഞാനാണ് ആര്? വാതിൽ. നമുക്കറിയാം, വാതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭവനത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള വഴിയാണെന്ത്? വാതിലെന്ന് പറയുന്നത്. ഒഫീഷ്യൽ എൻട്രൻസ് ആണ്. ഔദ്യോഗികമായിട്ടുള്ള പ്രവേശന വഴിയാണെന്ത്? വാതിലെന്ന് പറയുന്നത്. അപ്പം യേശു പറയുക, ഞാനാണ് ആര്? വാതിൽ. എന്നിലൂടെ, ത്രൂ മീ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോൾ വേറെ ആരിലൂടെയെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുടുങ്ങിപ്പോകും, നിങ്ങൾ പെട്ടുപോകും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. വേറെ ആരിലൂടെയെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പെട്ടുപോകും. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആരിലൂടെ കടക്കണം? എന്നിലൂടെ കടക്കണം. കാരണം ഞാനാണ് ആര്? വാതിൽ. അല്ലേ? ഞാനിപ്പം ഒരു ഉദാഹരണം, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്ന് വെച്ചോ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്താണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കും. കോളിംഗ് ബെൽ അടിക്കുമ്പം നിങ്ങളകത്തുനിന്ന് വന്നിട്ട് എനിക്ക് വാതിൽ എന്ത് ചെയ്യും? തുറന്നു തരും. അപ്പോൾ എവിടെയാണ് നിങ്ങൾ കോളിംഗ് ബെല്ല് ഫിറ്റ് ചെയ്തേക്കുന്നത്? വാതിലിൻ്റെ മുമ്പിലാണ്. ഫ്രണ്ടിലൊരു ഡോറുണ്ട്, ആ ഡോറിൻ്റെ മുമ്പിലാണ് കോളിംഗ് ബെല്ല് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും? ഞാൻ ആ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് എനിക്ക് ആ വാതിൽ തുറന്നു തരും. തുറന്നു തന്നു കഴിയുമ്പം എനിക്ക് ആ വാതിലിലൂടെ എന്ത് ചെയ്യാം? അകത്തേക്ക് വരാം. ആ വാതിലിലൂടെ ഞാൻ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് എന്ത് പറയും? ഇരിക്കാൻ പറയും. ഞാൻ ഇരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ഓക്കെ, ആ ബന്ധം മുമ്പോട്ടേക്ക് പോവുക ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഇരിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ നോക്കിയപ്പം നിങ്ങളുടെ ഒരു ജനലിൻ്റെ ഗ്ലാസ് ഞാൻ തല്ലി പൊട്ടിച്ച് അതിലൂടെ ഞാൻ അകത്തേക്ക് വരിക എന്ന് വെച്ചോ. ജനലിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച് ഞാൻ അതിലൂടെ അകത്തേക്ക് വരിക. നിങ്ങൾ എന്ത് ചെയ്യും? ആ നേരത്ത് എന്ത് തോന്നുന്നു അതായിരിക്കും ചെയ്യുക, അല്ലേ? അതിപ്പോൾ മുൻകൂട്ടി പറയാനായിട്ട് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാ കർത്താവ് പറഞ്ഞത്, ഐ ആം ദ ഡോർ, ഞാനാണ് വാതിൽ. എന്നിലൂടെ കടക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അല്ലാത്തവനോ പെട്ടുപോകും. എന്നിട്ട് പറയുക,
ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കേ, അകത്ത് വരാനും പുറത്തു പോകാനും ആ വാതിലായിട്ട് നിൽക്കുന്നത് ആരാണ്? യേശുവാണ്. യേശുവാണ്. അതാ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞത്, അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനമുണ്ട്. ഹീ ഈസ് ദ എൻട്രൻസ്, ഹീ ഈസ് ദ ഒഫീഷ്യൽ എൻട്രൻസ്. അവനാണ് ഔദ്യോഗികമായ പ്രവേശന ദ്വാരം. അവനിലൂടെയാണ് നമുക്ക് പ്രവേശനമുള്ളത്. മറക്കരുത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഏകദേശം ഇതേ കാര്യം തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ്? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഓക്കെ, യേശു അവനോട്, ആരോട്? തോമസിനോടാണ് പറയുന്നത്. 5-ാം വാക്യത്തിൽ തോമസ് ചോദിക്കുന്നുണ്ട്, വഴിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്നൊക്കെ തോമസ് ചോദിക്കുമ്പോൾ കർത്താവ് തോമസിനോട് പറയുകയാണ്, ഐ ആം ദ വേ, ഞാനാണ് വഴി. നീ വഴി അന്വേഷിച്ചു വേറെ ഒരിടത്തും പോകണ്ട. വഴി അറിയത്തില്ലെന്നും പറഞ്ഞ് നീ വിഷമിക്കണ്ട. ഐ ആം ദ വേ, ഞാനാണ് വഴി. ഇന്ന് പലർക്കും വഴി അറിയാതെ നടക്കുക. ഈ വഴി അറിയാതെ നടന്ന എന്താ കുഴപ്പം എന്നറിയാവോ? എവിടെയൊക്കെ ചെന്ന് കയറുന്ന ഒരു ഐഡിയയും കാണത്തില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മൂത്ത മോൾ അവൾ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് അവൾ ബാംഗ്ലൂരിൽ പഠിക്കുമ്പം അവളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് അവൾക്ക് ഈ ഇലക്ട്രോണിക് സിറ്റിയിൽ, ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്തുള്ള ഒരു കോളേജിൽ അവൾക്ക് സെൻറ്റർ കിട്ടിയത്. ആ കോളേജിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ കോളേജിൽ അവൾക്ക് സെൻറ്റർ കിട്ടിയത്. അപ്പോൾ എനിക്കും ബാംഗ്ലൂർ പരിചയമില്ല, അവൾക്കും ബാംഗ്ലൂർ പരിചയമില്ല. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച എങ്ങാണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു, അവളുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം ആ എക്സാം സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുക. അപ്പം അങ്ങനെ പോയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴിയറിയില്ല. വഴി അറിയാതെ പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയി ഞങ്ങൾ ഏതാണ്ടൊരു കാട്ടിനകത്തേക്കൊക്കെയാണ് ചെന്ന് കയറിയത്. അവസാനം പിന്നെ അവിടെ നിന്ന് ആരോ ഞങ്ങളോട് ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ അവർക്ക് വഴി അറിയാം, അവർ ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. ഏതൊക്കെയൊക്കെ വഴിക്ക് ഞങ്ങൾ ആ കാട്ടിൽ നിന്ന് പുറത്തിയാടി. ഞാൻ പറഞ്ഞത്, വഴി അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെ ചെല്ലും എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. അതാ പ്രശ്നം. ഇപ്പം കർത്താവ് പറഞ്ഞു, വഴി അറിയാതെ നിങ്ങൾ ചിന്തിക്കണ്ട, വഴി അറിയില്ല എന്ന് നിങ്ങൾ വിഷമിക്കണ്ട. ഞാനാണ് വഴി, ഞാനാണ് വഴി, ഞാനാണ് വഴി. അതാ. അപ്പം യേശു മുഖാന്തരം, അത് തന്നെയാണ് അവിടെയും പറയുന്നത്. എഫേസ്യത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം തന്നെ, അവൻ മുഖാന്തരം, യേശു മുഖാന്തരം. അപ്പം ആ വഴി ആരാണ്? യേശുവാണ്. യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സഭ നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കില്ല. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കില്ല. നിങ്ങളുടെ പ്രസ്ഥാനമോ നിങ്ങളുടെ ലീഡറോ നിങ്ങളെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കില്ല. ദൈവത്തിൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? നിങ്ങൾ യേശുവിൽ ആശ്രയിക്കണം. യേശുവിന് മാത്രമേ നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കാനായിട്ട് കഴിയൂ. സഭയ്ക്കോ പ്രസ്ഥാനങ്ങൾക്കോ പാസ്റ്റേഴ്സിനോ ഒന്നും നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനി എഫേസ്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അപ്പം അവനിൽ ആശ്രയിച്ചിട്ട്, by trusting in him, by putting our trust upon him,
നമ്മുടെ ആശ്രയം അവനിൽ വയ്ക്കുന്നതിലൂടെ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്, ആശ്രയിക്കുക. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള ആ വിശ്വാസത്താലാണ്, ആശ്രയത്താൽ നമുക്ക് ധൈര്യമുണ്ട്, പ്രവേശനമുണ്ട്, ആക്സസ് ഉണ്ട്. എവിടേക്ക്? പിതാവിൻ്റെ സന്നിധിയിലേക്ക്. അപ്പം പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം യേശു മുഖാന്തരമാണ്. യേശുവാണ് വാതിൽ, യേശുവാണ് വഴി. അവനിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താനായിട്ട് പറ്റില്ല. ഹീ ഈസ് ദ എൻട്രൻസ്. അവനാണ് വാതിൽ, അവനാണ് വഴി. ആ വഴിയിലൂടെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് പ്രവേശനം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന മറ്റെന്തെങ്കിലും നീതിപ്രവൃത്തികളിലൂടെ അല്ല എനിക്കത് കിട്ടുന്നത്. ദൈവവുമായിട്ട് എനിക്ക് ലഭിക്കുന്ന ബന്ധം എൻ്റെ നീതിപ്രവൃത്തികളാലല്ല. ഞാനത് ഈ പഠനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ യേശുവിലുള്ള വിശ്വാസത്താലും യേശുവിലുള്ള ആശ്രയത്താലുമാണ് എനിക്ക് ദൈവവുമായിട്ട് ഉള്ള ബന്ധം ലഭിക്കുന്നത്, ദൈവത്തിങ്കിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. നോക്കൂ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. നോക്കൂ, 16-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം അവിടെയും അടുത്തേക്ക് ചെല്ലുന്ന കാര്യമാണ്. എന്തിൻ്റെ അടുത്തേക്ക്? കൃപാസനത്തിൻ്റെ. എന്താ കൃപാസനം? നമുക്കറിയാം, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സംവിധാനം ദൈവം തൻ്റെ ജനത്തിന് ഒരുക്കി കൊടുത്തിരുന്നു. ആ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ പൊന്നുകൊണ്ട് പൊന്നിൻ്റെ തകിട് അടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം, പൊന്ന് തകിടാക്കി അത് ആ പെട്ടകത്തിൻ്റെ മുകളിൽ അടിച്ച് ഫിക്സ് ചെയ്തേക്കുക. അതിനാണ് കൃപാസനം എന്ന് പറയുന്നത്, മേഴ്സി സീറ്റ്, കൃപാസനം എന്ന് പറയുന്നത്. അപ്പം അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവ സാന്നിധ്യം ആ കൃപാസനത്തിലാണ് വസിക്കുന്നത്. അപ്പം 2 കെരൂബുകളുണ്ട്. ആ കെരൂബുകൾ ചിറക് വിരിച്ച് ആ കൃപാസനത്തെ മൂടുന്നു. ആ ചിറകുകളുടെ നടുവിലൂടെ ദൈവ സാന്നിധ്യം ഇറങ്ങി ആ കൃപാസനത്തിൽ വസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം എബ്രായ ലേഖനത്തിൽ പറയുക, ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ആണ്ടിലൊരിക്കൽ, വർഷത്തിലൊരു പ്രാവശ്യം അവരുടെ മഹാപുരോഹിതന് മാത്രം, മഹാപാപ പരിഹാര ആ ദിവസം, അന്ന് അവരുടെ മഹാപുരോഹിതന് മാത്രമേ ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ. വർഷത്തിൽ ആ ഒറ്റ ദിവസം മാത്രം. പക്ഷെ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യാം? എപ്പോൾ വേണമെങ്കിലും കൃപാസനത്തിൻ്റെ അടുത്തേക്ക് എല്ലാം. എന്താ കാര്യം? 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്
അപ്പം യേശു നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഒരു മഹാപുരോഹിതനായിട്ട്. ഇല്ലായിരുന്നേ നടക്കത്തില്ലായിരുന്നു. യേശു നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് കൃപാസനത്തിൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശനമുണ്ട്. പറയുക, നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ള. എന്താ സ്വീകാരം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ, നാം ഏറ്റു പറഞ്ഞത് എന്താണോ നാം വിശ്വസിച്ചത് ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന് വെച്ചാൽ കർത്താവ് എനിക്ക് കാറ് തരും, വീട് തരും, പൈസ തരും, എന്നെ വലിയ പുള്ളിയാക്കും, വാലല്ല തലയാക്കും, അതല്ല വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന് ബൈബിൾ പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന് ബൈബിൾ പറയുന്നത് യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നും അവൻ്റെ മരണത്തിലൂടെ, ആ യാഗത്തിലൂടെ ദൈവസന്നിധിയിൽ ഞാൻ നീതിമാനായി തീർന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് പല ആധുനിക പ്രസംഗരും പറയുന്ന പോലെ ദൈവം നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതല്ല വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. അതല്ല. അപ്പം ആ ഏറ്റുപറച്ചിൽ ഏത്? യേശുവിൻ്റെ മരണത്തിലൂടെ ഞാൻ ദൈവസന്നിധിയിൽ നീതിമാനായി തീർന്നു എന്നുള്ള ആ ഏറ്റുപറച്ചിൽ, ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കുക. 15-ാം വാക്യം പറയുക, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. എന്ന് വെച്ചാൽ അവന് നമ്മളോട് സിമ്പതൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ പല നേതാക്കന്മാർക്കും, ഇന്നത്തെ പല ആത്മീക നേതാക്കന്മാർക്കും നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ, സിമ്പതൈസ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അവരൊക്കെ ആനപ്പുറത്തിരിക്കുന്നവരായിട്ടായിരിക്കുന്നത്. പക്ഷേ യേശു അങ്ങനല്ല. യേശുവിന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനത ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നില്ല. കാരണം നിങ്ങളുടെ യോഗ്യതയാലല്ല നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്, യേശു മുഖാന്തരമാണ്. മറക്കരുത്. ഇന്ന് പലപ്പോഴും ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും ബലഹീനതകളും ഒക്കെ കാരണം ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ കഴിയാതെ അവർ ദൈവത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് നിങ്ങളുടെ യോഗ്യതയിലല്ല, യേശുവിൻ്റെ യോഗ്യതയില്ല. അതുകൊണ്ട് അവന് നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാനായിട്ട് കഴിയും. എന്നിട്ട് പറയുക, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര നമുക്കുള്ളത്. ആ വാക്യം, ആ പ്രസ്താവന നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? യേശുവിന് പാപം ചെയ്യാനുള്ള പരീക്ഷ ഉണ്ടായിട്ടില്ലെന്നാണോ? അല്ല, അങ്ങനല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. നമുക്കറിയാം യേശുവിന് പാപം ചെയ്യാനുള്ള പരീക്ഷ കൃത്യമായിട്ടുണ്ടായി. താൻ സ്നാനപ്പെട്ടതിന് ശേഷം മരുഭൂമിയിലേക്ക് ചെന്നപ്പോൾ പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. പിശാച് എന്തിനാ പരീക്ഷിക്കുന്നത്? പാപം ചെയ്യിക്കാനാ പരീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്: പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി. അപ്പം യേശുവും ഞാനുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. യേശുവിൽ പാപമില്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി. മനസ്സിലാക്കണം. അപ്പം യേശുവും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ മനുഷ്യനായ യേശുവും ഞാനും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്ത് വ്യത്യാസം? അവനിൽ പാപമില്ല, എന്നിൽ പാപമുണ്ട്. അതാ വ്യത്യാസം. അപ്പൊ പാപം ഒഴികെ മറ്റെല്ലാത്തിലും എനിക്ക് തുല്യനായി അവൻ. അങ്ങനെ അവൻ പരീക്ഷിക്കപ്പെട്ടു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരം പരീക്ഷകളും യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവൻ പാപം ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്ര വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതവിടെ പറയുന്നത്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണവൻ.
അപ്പം ആ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. അവൻ പാപം ചെയ്തില്ല, പക്ഷെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ പാപം ചെയ്യാനായിട്ട് ഉള്ള ആ പ്രേരണ എന്താണെന്ന് യേശുവിന് അറിയാം. അവനത് ജയിച്ചതാണ്, പക്ഷെ അവൻ അതിൻ്റെ പ്രയാസം എന്താണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞത്. നോക്കൂ, അവൻ മുഖാന്തരമാണ് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഇനി അതുപോലെ എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇതാണ്: അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അവിടെയും അടുത്ത് ചെല്ലാൻ ആരുടെ അടുത്ത്? ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ എന്താ പറഞ്ഞത്? യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവാലയത്തിൽ, യഹൂദന്മാരുടെ ദേവാലയത്തിൽ ഈ കൃപാസനം ഇരിക്കുന്ന, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. ആ അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചുകൊണ്ട് അവിടെ ഒരു തിരശീല കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പുരോഹിതൻ, മഹാപുരോഹിതൻ ആ തിരശീലയിൽ കൂടെയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുക. ഇവിടെ പറയുന്നു, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ, ഒരു തുണിയുടെ തിരശീലയല്ല, തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ചൊരു ജീവനുള്ള പുതുവഴിയുണ്ട്. എന്ന് വെച്ചാൽ പഴയ നിയമകാലത്ത് യഹൂദന്മാരുടെ ദേവാലയത്തിൽ ദൈവസാന്നിധ്യത്തിലേക്കൊരു മഹാപുരോഹിതന് കടന്നു ചെല്ലണമെങ്കിൽ അവൻ തിരശീലയാകുന്ന വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ, ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടണമെങ്കിൽ യേശുവാകുന്ന തിരശീലയിലൂടെ കടക്കണം. അല്ലാതെ മറ്റൊരു വഴിയില്ല. യേശു മാത്രമാണ് വഴി. ആ പുതിയ വഴിയില്ലാതെ തൻ്റെ രക്തത്താൽ മഹാപുരോഹിതൻ ആ പഴയ തിരശീലയിലൂടെ കടന്നു പോകുമ്പോൾ കാളയുടെ രക്തവുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. എന്നാൽ നാം കടന്നു ചെല്ലുന്നത് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച, ഹല്ലേലൂയ, കാളയുടെ രക്തത്തിൽ ആശ്രയിച്ചല്ല നാം കടന്നു ചെല്ലുന്നത്. കോഴിച്ചോരയിൽ ആശ്രയിച്ചല്ല നാം കടന്നു ചെല്ലുന്നത്. നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിൻ്റെ രക്തം, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്ക് ലഭിച്ചു. ദേവാലയത്തിനകത്ത് നമുക്കൊരു മഹാപുരോഹിതൻ. അപ്പോൾ ഈ ധൈര്യവും കിട്ടി, അകത്തൊരു മഹാപുരോഹിതനും ഉള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാരുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഇവിടെ എല്ലാം പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് യേശുവിലൂടെയാണ്. അവൻ മുഖാന്തരം ത്രൂ ഹിം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം വിടട്ടെ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം എന്താണ് അവിടെ വായിക്കുന്നത്? നമുക്ക് നോക്കാം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും
ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. യേശുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, നോക്കിക്കേ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് യേശുവാണ്. അതിനവൻ എന്ത് ചെയ്തു? അവൻ നീതിമാനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു. പക്ഷേ അവൻ നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം ഒരിക്കലായിട്ട് അവൻ കഷ്ടമനുഭവിച്ചു, മരിച്ചു. എന്താ ഒരിക്കലായിട്ട്? കാരണം ആ ഒരിക്കലായിട്ട് അനുഭവിച്ച കഷ്ടവും മരണവും ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് പര്യാപ്തമാണ്. അത് മതി, അതിലധികം ഇനി ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ചെയ്തു തീർത്തത്, ഇനി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അത് മതി. ദാറ്റ് ഈസ് ഇനഫ്. മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏറ്റു, അതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തിന്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശനം നൽകേണ്ടതിന്. നോക്കൂ പ്രിയമുള്ളവരെ, എഫെസ്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്തായിരുന്നു? എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അവൻ മുഖാന്തരം, ത്രൂ ഹിം, മറ്റാരും മുഖാന്തരവുമല്ല. എന്നിട്ട് അവിടെ ഒരു പദം കൂടെ ചേർത്തിട്ടുണ്ട്, ഏകാത്മാവിനാൽ, ബൈ വൺ സ്പിരിറ്റ്. അതാരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൂടെ വായിച്ച ഞാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഏകാത്മാവിനാൽ അവൻ മുഖാന്തരം പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. നോക്കിക്കേ, ദ ട്രയൂൺ ഗാഡ് ഇൻ റിഡംഷൻ, വീണ്ടെടുപ്പിലെ ത്രിയേക ദൈവം, അവൻ മുഖാന്തരം, യേശു മുഖാന്തരം, ഏകാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ത്രൂ ഹിം, ബൈ വൺ സ്പിരിറ്റ്, we have access to the presence of Father God. എത്ര മനോഹരം, എത്ര മനോഹരം. മുമ്പേ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്കും ഇന്ന് ദൈവത്തോട് ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. God is welcoming us and He is inviting us. ദൈവം നമ്മെ ക്ഷണിക്കുകയാ, കം ടു മീ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവേൻ. Our God is an inviting God. അവൻ നമ്മെ ക്ഷണിക്കുകയാ, വിളിക്കുകയാ അവൻ്റെ അടുത്തേക്ക് വരാൻ. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. ബട്ട് there is only one way. വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരാണത്? യേശു മാത്രം. യേശു മാത്രം, മറ്റൊരു വഴി ഇല്ല. നിങ്ങൾ മറ്റേതൊരു വഴിയിലൂടെ പോയാലും രക്ഷപ്പെടുകയില്ല. യേശുവിലൂടെ മാത്രം, ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ. പ്രിയമുള്ളവരെ, ഒന്നോർത്ത് നോക്കിക്കേ, ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതിരുന്ന നമുക്ക് യേശു മൂലം അവൻ തന്നിരിക്കുന്ന ആ ബന്ധം നമ്മളത് അറിയുന്നുണ്ടോ? നമ്മളത് അനുഭവിക്കുന്നുണ്ടോ? നമ്മളത് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മളിപ്പോഴും നമ്മുടെ യോഗ്യതകളിലൂടെയും നമ്മുടെ നന്മ പ്രവൃത്തികളിലൂടെയും നമ്മുടെ നീതിപ്രവൃത്തികളിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ പരാജയത്തിൻ്റെ
ഏറ്റവും വലിയ കാരണം. നമ്മുടെ സഭകൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്, നമ്മുടെ ഉപദേഷ്ടാക്കന്മാർ പാസ്റ്റേഴ്സ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ യോഗ്യത വെച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് പഠിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പരാജയം. നോ, ട്രസ്റ്റ് അപ്പോൺ ഹിം, യേശുവിൽ ആശ്രയിക്കുക, അല്ലാതെ മറ്റൊരു വഴിയില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ഈ ബന്ധം ആസ്വദിക്കുവാൻ, ഈ ബന്ധം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ പദവിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദിയുള്ളവരായിരിക്കാം. ഈ ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.